ഏറ്റവും വൈറലായതാണ് ഭാരത് മാതയിൽ താങ്കളുടെ ആ ഒരു എൻട്രി. അതായത് കോളേജിലുള്ള പിള്ളേര് മൊത്തം താങ്കളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ നല്ല രീതിയിൽ കോളേജിലേക്ക് സ്വാഗതം ചെയ്ത രീതിയാണ് ഓർത്ത. പക്ഷേ നമ്മൾ റീസെൻ്റ്ലി അത് കോളേജ് പിള്ളേരെ കാണാൻ പോയതല്ല. ആസിഫിനെ കാണാൻ പോയതാ. പക്ഷേ ഞാനവിടെ ജസ്റ്റ് എന്താ പറയുക, ഓട്ടോറിക്ഷയിൽ പോയി നിന്ന് ജസ്റ്റ് ഒന്നൊരു മിനിറ്റ് നിന്നിങ്ങനെ നോക്കിയപ്പോൾ അവർ കോളേജിലെ പിള്ളേർ വന്ന് വിളിച്ചിട്ട് പോയതാ. ഒരു സൂപ്പർ സ്റ്റാർ വന്നാൽ പോലും അത്രയും ആളുകൾ അങ്ങനെ നോക്കി നിൽക്കും എന്ന് തോന്നുന്നുണ്ടോ? ജോസ് പെരേര ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് എത്തിയത് പോലെ തോന്നുന്നുണ്ടോ ആ ഒരു വീഡിയോ കാണുമ്പോൾ? ആൾക്കാര് മറ്റേ പറയാ ഊക്കി പറഞ്ഞു അല്ലെ കളിയാക്കുകയാണെന്നൊക്കെ ഇപ്പൊ തോന്നാം. ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. അതില് കുറെ പേര് മാന്യമായിട്ട് നോക്കുന്നവരുണ്ട്. ചിലർ മാത്രം അടുത്തേക്ക് വന്നുള്ളൂ. പിന്നെ ഒരു പെൺകുട്ടി മാത്രം കൈ തരാൻ വേണ്ടി വെപ്രളം വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്തു. കാരണം ഇപ്പം നമ്മളെ സെലിബ്രിറ്റീസിൻ്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ടാണ് ഷെയ്ക്കാൻ കൊടുക്കുന്നത്. പക്ഷേ നമ്മളോട് ഇങ്ങോട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. കാരണം നെസ്ലിനും മാത്യു തോമസിനൊക്കെ കോളേജിൽ പോകുമ്പോൾ പെൺകുട്ടിയിൽ ഓടിപ്പോയി അടുത്തേക്ക് പോയി ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു കൊതി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രൈവറ്റ് കോളേജിൽ പോയിട്ടുണ്ടല്ലോ. നല്ലൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഷിയാസിന്റെ വൈഫ് എന്റെ ഫ്രണ്ട് ആയിരുന്നു. അല്ല, ഒരു കോളേജ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി നടക്കുന്ന കോളേജ് അറ്റ്മോസ്ഫിയർ അല്ല. പ്രൈവറ്റ് കോളേജിന്റെ ആയിട്ടുള്ള ഡിസിപ്ലിനിലും അച്ചടക്കത്തിലും അറ്റൻഡൻസിലും പോകുന്ന ഒരു ലൈഫായിരുന്നു. ഞാൻ LKG UKG ഒക്കെ ഞാൻ ചെയ്തത് നെട്ടൂർ ഹോളി ഏഞ്ചൽസിലാണ് ചെയ്തത്. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി 6ാം ക്ലാസ് വരെ സാന്റാക്രൂസ് എരമലൂരായിരുന്നു. സാന്റാക്രൂസ് പബ്ലിക് സ്കൂൾ എരമലൂരായിരുന്നു. അവിടത്തൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലേഡീസ് പിടിച്ചിടിക്കുമായിരുന്നു എന്നെ പിടിച്ച് പണ്ട്. അതുകൊണ്ടല്ല, കാരണം നമ്മൾ പണ്ട് ഈ കല എന്ന് പറഞ്ഞ സംഭവമില്ലേ, കലാ സിനിമ, അപ്പോൾ അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയല്ല. പക്ഷേ അന്നത്തെ കാലത്തൊന്നും നമുക്ക് ഓടി എത്തപ്പെടാൻ പറ്റില്ല. പക്ഷേ നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോഴാണെങ്കിലും സീറോ പീരീഡ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചയും അവസാനത്തെ പീരീഡ് ഉണ്ട്. വെള്ളിയാഴ്ച, ഫ്രൈഡേ, സിനിമക്കാരുടെ ഒരു ദിവസമാണല്ലോ വെള്ളിയാഴ്ച. അപ്പോൾ ആ ഒരു വെള്ളിയാഴ്ച ലാസ്റ്റ് പീരീഡിനെ കൊണ്ട് ഞാൻ മാത്രം പാടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് പാടും, പക്ഷേ ഞാൻ പാടുമ്പോൾ മാത്രം ഒരുപാട് പേര് ചിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരുപാട് കൊല്ലങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാറി മറിയുന്ന ഒരു സമയമായിരുന്നു. കാരണം 2007 പെട്ടെന്ന് ഞാൻ ഓർത്തപ്പോൾ നിന്നപ്പോൾ സമയത്ത് പെട്ടെന്ന് 2008 9 10 11 12 13 14 അങ്ങനെ പോയി ഇപ്പോൾ 2024 25 വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ പോയ കാലത്തെ പറ്റി ഓർത്ത് കഴിഞ്ഞാൽ കുറേ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയത്. കാരണം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയൊക്കെ കടന്നു പോയൊരു ലൈഫ് സ്റ്റൈലും, പിന്നെ പണ്ട് ഒരു പെൺകുട്ടി നമ്മുടെ കൂടെ ഇരിക്കാൻ മടിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കൂല്ലേ കസേരയിൽ, അതുപോലെ തന്നെ നമ്മളെ ഈ വർത്തമാനം പറയുമ്പോഴൊക്കെ പണ്ട് സാധനം കുറിച്ച് പഠിക്കുമ്പോൾ പെൺപിള്ളേരോടത്തി പൊരുത്തും. മനസ്സിലായ? അതിനൊന്നും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ വളർന്ന രീതിയും ഞാൻ കൂടുതലും അടുത്തിടപെട്ടിട്ടുള്ളതും ലേഡീസിനൊപ്പമാണ്. അത് ആൾക്കാർ ഓർക്കും വേറെ രീതിയിൽ കാണാൻ വേണ്ടിയാണ് പോയെന്നൊക്കെ ഓർക്കും, ലേഡീസിനൊക്കെ ഓർക്കുമ്പോൾ. കാരണം മൈനറായിട്ട് നിൽക്കുമ്പോൾ എന്ത് ഓർക്കാനാണ്? 18 വയസ്സിന് ശേഷമാണ് വേറെ രീതിയിലൊക്കെ ആൾക്കാരെ മറ്റേ പ്രേമിക്കാനും ഒരുമിച്ച് ലിവിങ് ടു ലൈഫൊക്കെ ആൾക്കാരൊക്കെ നോക്കുന്നത്. അതിനു മുമ്പ് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ചേച്ചിമാരെ നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്. നമ്മളെക്കാളും പ്രായം കൂടിയ ചേച്ചിമാരുടെ ഒപ്പം നമ്മൾ നടന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്കൂൾ ലൈഫിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നീ പഠിക്കുമ്പോൾ നമ്മളെക്കാളും ഇപ്പോൾ 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർ നമ്മളെക്കാളും ചേച്ചിമാരാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് പോയത്. പിന്നീടാണ് ദീപ കോളേജ് വന്നപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. എന്തോ കോമാളി ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു സിനിമയിൽ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പെട്രോൾ പമ്പിൽ ആണെന്ന് പണ്ട് വർക്ക് ചെയ്യുന്നത്. പൈസയ്ക്ക് വേണ്ടി. ഒരു 2019 തുടങ്ങി 2021 ഒരു 3 വർഷം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ പോവും. എന്ന് പറഞ്ഞാൽ പൈസ കുറച്ചൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് റസാഖ് ഭട്ടാചാരി നമ്മളെ വിളിക്കുന്നത്.
അല്ല ഷോർട്ട് ഫിലിം ചെയ്യാനല്ല, സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ. മനസ്സിലായി? ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് അല്ലല്ല ഉണ്ണികൃഷ്ണനാ, MT ഉണ്ണികൃഷ്ണനില്ലേ തിയേറ്ററിലൊക്കെ റിവ്യൂ പറയണം. പുള്ളി ഫേമസ് അല്ല എന്നാലും ചില റിവ്യൂലൊക്കെ ഉണ്ട്. പുള്ളിയാണ് മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലേക്കൊക്കെ കൊണ്ടുവന്ന് കൈപിടിച്ചത്. കാരണം തിയേറ്റർ റിവ്യൂ അതിലേക്ക് വരാൻ ഞാൻ ഇത് പറഞ്ഞോട്ടെ. പുള്ളി ഒരു 2000 രൂപ മേടിച്ചു, എന്തോ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാർഡൊക്കെ ഒപ്പിച്ചു. മാമാങ്കത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു, മമ്മൂക്കാനെ ഒരകലത്ത് നിന്ന് കണ്ടിരുന്നു. പിന്നെ മാർട്ടിൻ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തിരുന്നത്, അതൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. മാർട്ടിൻ പുറത്തിറങ്ങിയിട്ടില്ല. മാർട്ടിനിൽ സലീം കുമാറിൻ്റെ ഒപ്പം ഉള്ള സീൻ ചെയ്തിരുന്നത് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. പണ്ട് അത് വേറൊരു പേരിലായിരുന്നു ആ പടം വന്നിരുന്നത്. ബെന്നി സെബാസ്റ്റ്യനാണ് പേരെന്ന് ഡയറക്ടറിൻ്റെ. അത് വന്നാൽ പരിപാടിക്കും. ട്രെയിലറൊക്കെ സൈനാപ്ലയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ OTT റിലീസൊന്നും വന്നിട്ടില്ല. വന്നാൽ നല്ലൊരു ഹൈപ്പായിരിക്കും. സലീം കുമാറിൻ്റെ ഒപ്പം ഡയലോഗ് ഇല്ലെങ്കിലും നല്ലൊരു രംഗമാണ്. കാരണം സലീം കുമാറിനെ പട്ടിക്കുട്ടി ഇത് കൊണ്ടുവരുന്ന സാധനമാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ലാലേട്ടൻ്റെ റാം ചെയ്തിരുന്നു. റാമിൽ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് പേര് സ്റ്റേഡിയത്തിൽ ഇരുന്ന് കൈയടിക്കുമല്ലോ കളി വരുമ്പോൾ. ഫുട്ബോളിലൊക്കെ എന്താണ് കളി സാമ്പിൾ ചെയ്യുന്നത് സാധാരണ സ്റ്റേഡിയത്തിൽ എന്തായിരുന്നു? അങ്ങനത്തെ എന്തെങ്കിലും പ്ലേ ആയിരിക്കും. അപ്പം അത് നമ്മൾ നോക്കി കൈയടിക്കുന്ന രംഗമാണ്. അതൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു കൂടെ. മനസ്സിലായി? അന്ന് തുടങ്ങിയാണ് നമ്മൾക്ക് ഒരു പെൺകുട്ടിയോട് ഒക്കെ ധൈര്യമായിട്ടൊന്നും മിണ്ടാനൊക്കെ തുടങ്ങിയത്. പണ്ട് നമുക്ക് പേടിയുണ്ടായിരുന്നു. കാരണം പണ്ട് ചെറിയ ക്ലാസ് പഠിക്കുമ്പോഴാണെങ്കിലും ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും ആൾക്കാർ മാറിക്കളയുക. മനസ്സിലായോ? സീരിയസ് ആയിട്ട് ചുമ്മാ റീച്ചിന് വേണ്ടി പറയാനല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഈ കോണ്ടാക്ട്സ് ചിലപ്പോൾ നമ്മളെ പൊട്ടം കളിപ്പിക്കാനടിക്കാം. അത് നമ്മൾ ജെനുവിനായിട്ട് കരുതുന്നില്ല എല്ലാം. മനസ്സിലായി? ഇനിയിപ്പോൾ നമ്മൾ ഒരു ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ട്. കാരണം ഇനി പൈസ മുടക്കിയുള്ള ഒരു ബ്രോക്കറിനെ വെച്ച് അന്വേഷിക്കുക. വീട്ടുകാർ അറിയില്ല അത്. മാട്രിമോണിയിലും രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ജോലിയിലല്ലോ അതൊക്കെ. മാട്രിമോണിയിൽ പറഞ്ഞ് ഫിലിം ആക്ടർ എന്ന രീതിയിലൊക്കെ നോക്കാം. മാട്രിമോണിയിലെ ആൾക്കാർ നമ്മളെ താല്പര്യം ഉണ്ടെന്നെങ്കിൽ നമുക്ക് ഫോട്ടോ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മൾ എറണാകുളം ജില്ലയിൽ താല്പര്യമില്ല. ഇപ്പോൾ തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, വയനാട്, കാസർഗോഡ് അങ്ങനെയുള്ള ജില്ലകളിലാണ് കൂടുതൽ താല്പര്യം. കൂടുതലും നമ്മൾ സ്ത്രീധനം ചോദിക്കുന്നില്ല. പണ്ട് കുറേ സ്ത്രീധനം ചോദിച്ചായിരുന്നല്ലോ. സ്ത്രീധനം ചോദിക്കുന്നില്ല. കല്യാണം കഴിച്ചാൽ മതി. ഗേൾ ഫ്രണ്ട്സ് പോയിട്ടില്ല. പക്ഷെ അവരത് നേരിട്ട് കാണുന്നില്ലല്ലോ. കണ്ടാലല്ലേ ബന്ധം ഇതാവുള്ളൂ. നമ്മളെ ഫ്രണ്ട് പോയി ഒരു ബ്രോക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരാളെ പേര് പറയുന്നില്ല. പുള്ളി അടിക്ക് പോയി ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകുന്നു. എന്തായാലും ജൂലൈക്കുള്ളിൽ ഒരു കല്യാണം നടക്കാം. കാരണം ഒരുപാട് പേരിപ്പോൾ കുറേ സ്വത്തുണ്ടായിട്ടേ ചൊവ്വാദോഷം കാരണം കുറേ പേർക്ക് കല്യാണം നടക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. ഹിന്ദു നമ്മൾ ജാതി നോക്കുന്നില്ല. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ ക്രിസ്ത്യാനികളെ തന്നെ കിട്ടണമെന്നൊന്നും താല്പര്യമില്ല വല്ല. കാരണം ക്രിസ്ത്യാനി വരുള്ളൂന്നറിയാം. ബുദ്ധിയുള്ളൊരു ക്രിസ്ത്യാനി എൻ്റെ പുറകെ വരില്ല. കാരണം അവർക്ക് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിയായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടിയൊക്കെ ഈ എനിക്ക് പള്ളിയിലും വലിയ താല്പര്യമില്ല. മനസ്സിലായോ? പള്ളിയിൽ മറ്റേ നമ്മൾ അകത്തിരുന്ന് തന്നെ കുർബാന കാണണമെന്നില്ല. ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ നമുക്കിപ്പോൾ ഇടക്കൊച്ചി പള്ളി തന്നെ പോകണമെന്നില്ല. എനിക്ക് ഇവിടെ ഏത് പള്ളിയിൽ പോയാലും നമുക്ക് പിതാവിനും പുത്രനും വെക്കാനുള്ള ഒരു സ്കോപ്പ് എന്തായാലും ഉണ്ട്. മനസ്സിലായോ? പെടപ്പള്ളി പോയി ആർക്കുവേണമെങ്കിലും കയറാം. ഏത് മധ്യസ്ഥർക്ക് വേണമെങ്കിലും കയറാം. ഏത് മതത്തിലെ ആൾക്കാർക്ക് വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞാലും പേടിപ്പിക്കരുത്. കാരണം അത് നമുക്ക് പള്ളി വിലക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഇപ്പോൾ ഒരു എന്നാലും ആ പള്ളി അഥവാ വിലക്കിയാൽ പോലും എനിക്കൊരു കുരിശ് മാല വേണമെങ്കിൽ എനിക്കിടാം. മനസ്സിലായോ? അപ്പോൾ പണ്ട് പാപ്പിയപ്പച്ചയിൽ മറ്റേ ഒരു സീൻ ഇങ്ങനെ ഓർമ്മയുണ്ട്. കാരണം ദിലീപേട്ടൻ്റെ ആ പാപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ എപ്പോഴും ഒരു കുരിശുമാല പിടിച്ചിങ്ങനെ പിടിക്കുമ്പോൾ അത് തിളങ്ങി വരുമല്ലേ. അത് ടെക്നിക്കായിരിക്കാം. പക്ഷെ ആ ഒരു ചൈതന്യം എപ്പോഴും ഉണ്ടാവുമല്ലോ ആ ഒരു കുരിശുമാല ഇടുമ്പോൾ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു രീതി ഉണ്ടാവും. എന്തായാലും നമ്മളെന്തായാലും നല്ലൊരു നമ്മളൊരിക്കലും ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ശാരീരികമായിട്ട് നമുക്ക് വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല കല്യാണം കഴിക്കുന്നത്. നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം
സ്നേഹിച്ചും പരിപാലിച്ചും ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരും എന്താ പറയുക മർദ്ദിച്ച് കൊല്ലുന്നില്ല ഒരാളെ, ഒരു പെണ്ണിനെ. പിന്നെന്താണ് തേപ്പൊട്ടി വെച്ചുള്ള പരിപാടി, തേപ്പൊട്ടി വെച്ച് മുഖത്ത് വെച്ച് പൊള്ളിക്കുക അങ്ങനത്തെ ഉള്ള മാനസികമായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെന്താണ് പാമ്പ് കടിപ്പിക്കില്ല, ഗ്യാസ് കെട്ടി വെച്ച് മരിക്കില്ല. കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കില്ലല്ലോ. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വാടക എടുത്ത് മാറും, അല്ലെങ്കിൽ പെണ്ണ് വീട്ടിൽ പോയി താമസിക്കും. അങ്ങനെയാണ് പ്ലാൻ.